ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് വ്യൂവിന്റെ ഓപ്പണിംഗ് ബില്ലിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. ആഗോള സമ്മിശ്ര പ്രതികരണങ്ങൾക്കിടെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നേരിയ നഷ്ടത്തോടെ തുടക്കം. സെൻസെക്സ് 100 പോയിന്റ് താഴ്ന്നു. നിഫ്റ്റി 22,180 താഴെ വ്യാപാരം തുടരുന്നു. ഡോളറിന്റെ സമ്മർദ്ദത്തിൽ സ്വർണ്ണവിലയിലും ഇടിവ്. ഫിൻടെക് കമ്പനികളുമായുള്ള ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ കൂടിക്കാഴ്ച ഇന്ന്. KYC പോളിസിയും മേഖലാ നവീകരണവും ചർച്ചയാകും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡെപ്യൂട്ടി ഗവർണറും പങ്കെടുക്കുന്ന യോഗത്തിൽ പേടിഎം പങ്കെടുത്തേക്കില്ലെന്ന് സൂചന. റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സായ ഹിരാനന്ദാനി ഗ്രൂപ്പിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടി. ചോദ്യം ചെയ്യലിന് ഇന്ന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് സമൻസ് അയച്ചു. ED നടപടി വിദേശ നാണ്യ ലംഘന കേസിൽ. പുതിയ LNG പദ്ധതി നിർമ്മിക്കാൻ തയ്യാറെടുത്ത് ഖത്തർ. പ്രതിവർഷം 16 ദശലക്ഷം ടൺ വാതകം ഉൽപ്പാദിപ്പിക്കും. 2030ഓടെ വാർഷിക ഉൽപ്പാദനശേഷി 142 ദശലക്ഷം ടണ്ണായി ഉയർത്തുമെന്ന് ഖത്തർ. ലയനത്തിനൊരുങ്ങി ഡിസ്നിയും റിലയൻസ് ഇന്ത്യയും. 61% ഓഹരികൾ റിലയൻസ് ഏറ്റെടുത്തെന്ന് സൂചന. ലയനം ഈ ആഴ്ച പ്രഖ്യാപിച്ചേക്കും. ഇനി മാർക്കറ്റ് അനാലിസിസിലേക്കാണ്. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് ഓഹരി വിപണിയൊക്കെ തന്നെ മാർക്കറ്റ് വ്യാപാരം ആരംഭിച്ചിരിക്കുകയാണ്. സമ്മിശ്ര പ്രതികരണങ്ങളായ ആഗോള സൂചികളിലൂടെ ഒരു പ്രതിഫലനം ഇന്ന് ഓഹരി വിപണിയിലും പ്രകടമാണ്. ബെഞ്ച് മാർക്ക് സൂചികൾ ഒരു നേരിയ നഷ്ടത്തിലാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. ഡോളർ സൂചികയുടെ ചലനം, ഒപ്പം US ബോണ്ട് വരുമാനം, Q4 ഡേറ്റകൾ, അങ്ങനെ നിരവധി ഘടകങ്ങളാണ് വിപണിയെ കാത്തിരിക്കുന്നത്. 6 പുതിയ ഇനിഷ്യൽ പബ്ലിക് ഓഫറുകളും ഈ ആഴ്ച വിപണിയിലേക്ക് എത്തുമെന്ന വാർത്തകളുമുണ്ട്. ഇനി ഓഹരി വിപണിയിലേക്ക് കടക്കുകയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റിയിലും അതുപോലെ തന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചായ സെൻസെക്സിലൊക്കെ തന്നെ ഇന്ന് നേരിയൊരു നഷ്ടത്തോടെയാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. നിഫ്റ്റിയിൽ ഇന്ന് 33 പോയിന്റ് ഇടിവിൽ, അതായത് നിഫ്റ്റി 50യിൽ ഇന്ന് 40 പോയിന്റ് ഇടിവിൽ 22,171 പോയിന്റിലാണ് വ്യാപാരം നടക്കുന്നത്. നേരിയൊരു വിൽപ്പന സമ്മർദ്ദത്തിന്റെയൊക്കെ ഒരു തുടക്കമാണോ എന്ന് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും വ്യാപാരം ആരംഭിച്ചതേ ഉള്ളൂ. പക്ഷേ ഒരു നേരിയൊരു നഷ്ടത്തിലാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ് സൂചികളും അതുപോലെ തന്നെ ഒരു റെഡ് സിഗ്നലാണ് കാണുന്നത്. അതേസമയം നിഫ്റ്റി ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസ് ഒരു പോസിറ്റീവ് സൂചന, ഒരു ശുഭ സൂചന നൽകുന്നുണ്ട്. ഒരുപക്ഷെ ഇന്ന് വിപണിയെ പിന്തുണച്ചേക്കാവുന്നത് ചിലപ്പോൾ ബാങ്ക് ഓഹരികളായിരിക്കാം. ഏതായാലും ഒരു നേരിയ നേട്ടത്തോടെ 42,812 പോയിന്റിലാണ് നിഫ്റ്റി ബാങ്കിൽ നിലവിൽ വ്യാപാരം നടക്കുന്നത്. ഇനി നമുക്ക് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോകാം. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സിൽ വ്യാപാരം 146 പോയിന്റ് ഇടിവിൽ 72,997 പോയിന്റിലാണ് സെൻസെക്സിലും നടക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയൊക്കെ തന്നെ റെക്കോർഡ് ഉയരങ്ങൾ കീഴടക്കിയാണ് നിഫ്റ്റിയൊക്കെ തന്നെ എത്തിയത്. പക്ഷേ ഈ ആഴ്ച പല ഘടകങ്ങളും വിപണിയെ കാത്തിരിക്കുന്നുണ്ട്. US Q4 ഡേറ്റ അടക്കം ഓട്ടോ വിൽപ്പനകളുടെ ഒക്കെ തന്നെ ഒരു ഡേറ്റകൾ പുറത്തു വരാനുണ്ട്. അതൊക്കെ തന്നെ ഈ ആഴ്ച വിപണിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായിരിക്കാം. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ്. DBFSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ പോൾ തോമസ് ആണ്. ഗുഡ് മോർണിംഗ് ശ്രീ പോൾ തോമസ്. മാർക്കറ്റ് ഇന്ന് വ്യാപാരം ആരംഭിച്ചിരിക്കുന്ന ഒരു നേരിയ നഷ്ടത്തിലാണ്. എന്തായിരിക്കും, എന്തിൻ്റെ ഒരു തുടക്കമായിരിക്കും? ഒരു വിൽപ്പന സമ്മർദ്ദം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഒരു സ്റ്റാൻഡേർഡ് പോയിന്റിന് അപ്പുറത്തേക്ക് ഇന്ന് നിഫ്റ്റി താഴുമോ? എന്താണ്? ഗുഡ് മോർണിംഗ് സൂര്യ. ഇന്ന് കാലത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ചെറിയ ഒരു താഴ്ചയിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. പക്ഷെ 22,050 നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു സപ്പോർട്ടായിട്ട് ഇന്നത്തെ ദിവസം ആക്ട് ചെയ്യും. മാർക്കറ്റിലെ ഈ ആഴ്ച പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ബുധനാഴ്ച വൈകിട്ട് US GDP ഗ്രോത്ത് റേറ്റ് വരാനുണ്ട്. അതുപോലെ വ്യാഴാഴ്ച വൈകിട്ട് ഇന്ത്യയിലെ GDPയുടെ ഗ്രോത്ത് റേറ്റ് വരാനുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഇന്നത്തെ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം, ഈ വ്യാഴാഴ്ചയാണ് ഫ്യൂച്ചേഴ്സിന്റെ മന്ത്ലി ക്ലോസിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ ചില മൂവ്മെന്റ്സ് ഈ ആഴ്ച ഉണ്ടാകാം. ഇതൊക്കെയാണ് ഈ ആഴ്ച ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. വെള്ളിയാഴ്ച US മാനുഫാക്ചറിംഗ് ഡേറ്റ വെള്ളിയാഴ്ച വരുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ആഴ്ച പ്രധാനമായിട്ട് മാർക്കറ്റിൽ വരുന്ന ന്യൂസുകളായിട്ട് വരുന്ന കാര്യങ്ങൾ. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്നും മാർക്കറ്റ് വൺ സൈഡ് ആയിട്ട് മൂവ് ചെയ്യും തോന്നുന്നില്ല. ഒരു റേഞ്ച് ആയിട്ട് നിൽക്കാനാണ് സാധ്യത. ഞാൻ പറഞ്ഞ പോലെ 22,050 ലെവല് സപ്പോർട്ടായിട്ടും, ഈ മുകളിലോട്ട് കയറുകയാണെങ്കിൽ 22,300 ലെവല് ഒരു റെസിസ്റ്റൻസ് ആയിട്ടും നമുക്ക് ഇന്നത്തെ ട്രേഡിങ്ങിൽ കണക്കാക്കാവുന്നതാണ്. നന്ദി ശ്രീ പോൾ തോമസ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി. എന്തായാലും 3,300 കോടിയിലധികം മൂല്യമുള്ള 6 IPOകളൊക്കെ വിപണിയിലേക്ക് വരാനിരിക്കുകയാണ്. ആഗോള സാമ്പത്തിക ഡേറ്റകളും നിർണായകമാണ്. ഇനി കൂടുതൽ വിപണി വാർത്തകളുമായി ഉച്ചയ്ക്ക് 1:30 കാണാം. ഇനി ബാക്ക് ടു SKN.
DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്.